അൻവറിനെ ഭയന്ന് നിയമസഭയിലേക്ക് എത്തേണ്ട സ്ഥിതിയാണ് പിണറായി വിജയന്. അൻവറിനൊപ്പം പ്രതിപക്ഷം കൂടി ചേർന്നാൽ പിണറായി വിജയൻ നിയമസഭയിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും. വരുന്ന നിയമസഭാ സമ്മേളനം പ്രക്ഷുബ്ധമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒക്ടോബർ 4 മുതൽ 18 വരെയാണ് സഭാ സമ്മേളനം നടക്കുന്നത്. RSS നേതാവിനെ ADGP സന്ദർശിച്ചതും തൃശൂർ പൂരം കലക്കൽ ഗൂഢാലോചനയും ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിന്റെ വെളിപ്പെടുത്തൽ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ MLA മാർ ഉന്നയിക്കും. ഒപ്പം അൻവർ കൂടി ചേരുന്നതോടെ സഭ പ്രക്ഷുബ്ധമാകും. ഒക്ടോബർ 7-ന് മുഖ്യമന്ത്രിയോട് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കും. PV അൻവറിന്റെ ആരോപണങ്ങളും പ്രതിപക്ഷ MLA മാർ ഉന്നയിക്കുന്നുണ്ട്. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളായാണ് ഇവ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ വയനാട് ദുരന്തം, ഹേമ കമ്മിറ്റി, കാഫിർ തുടങ്ങിയ വിഷയങ്ങളും ചോദ്യങ്ങളുമായി ഇടപിടിച്ചിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയും കുടുംബവും ഓഫീസും ADGP-യും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്ത് സഭാ സമ്മേളനം നടത്തിക്കൊണ്ടുപോവുക സ്പീക്കർ AN ഷംസീറിന് അത്ര എളുപ്പമാവില്ല താനും. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒക്ടോബർ 7-ന് മുഖ്യമന്ത്രി മറുപടി നൽകേണ്ട പ്രധാന വിഷയങ്ങൾ ഇവയാണ്. ADGP-ക്കെതിരായ ആരോപണങ്ങൾ, മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട പോലീസ് കേസുകൾ, പോലീസിലെ ഡാൻസ് ഓഫ് വിഭാഗത്തിന്റെ പ്രവർത്തനം, പോലീസ് സേനയിലെ ക്രിമിനൽ പ്രവർത്തനം, സ്വർണ്ണക്കടത്ത് കേസുകൾ, ഫോൺ സംഭാഷണം ചോർത്തൽ, മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടായ സുജിത് ദാസിനെതിരെ ഉയർന്ന ആരോപണങ്ങളും പരാതികളും, ADGP-ക്കെതിരായ അന്വേഷണം, പോലീസിന്റെ പ്രവർത്തനങ്ങൾ വർഗീയ ശക്തികളുടെ ഇടപെടൽ, തൃശൂർ പൂരം അലങ്കോലമായ സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ട്, തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്ന ആരോപണത്തിലെ അന്വേഷണം, ADGP RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, സ്വർണ്ണക്കടത്ത് കേസുകൾ പുനരന്വേഷിക്കാൻ നടപടി, തൃശൂർ പൂരം തടസ്സപ്പെട്ട സംഭവം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉയരുന്ന ആരോപണം, തൃശൂർ പൂരം പോലീസ് തടസ്സപ്പെടുത്തിയെന്ന ആരോപണം, മാമി തിരോധാനം, ഇവയെല്ലാം ചോദ്യം ചെയ്യപ്പെടും. ഏതായാലും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ പതിവ് പോലെ കൂവിത്തോൽപ്പിക്കാൻ തന്നെയായിരിക്കും ഭരണപക്ഷത്തിന്റെ നീക്കമെന്ന് വ്യക്തം. MP രാജേഷ്, P രാജീവ്, മുഹമ്മദ് റിയാസ് എന്നിവരുടെ കൂവലുകൾ തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവ് VD സതീശനെ നേരിടേണ്ടി വരിക എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പോലും പുറത്തുവരുന്നത്. ഭരണപക്ഷ MLA ആയിരുന്ന PV അൻവറിനെ ഭരണപക്ഷത്ത് നിന്ന് പുറത്താക്കിയതോടെ പ്രതിപക്ഷ നിരയിലേക്കാണോ നീങ്ങുക എന്ന സംശയം പോലും ഇപ്പോഴുണ്ട്. നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ അൻവറിന്റെ സ്ഥാനം എവിടെയായിരിക്കും?